വെൽക്കം ടു ഷൈമാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്കിനി വീട്ടിലെങ്ങനെ അടിപൊളിയായിട്ട് മുട്ടയും സൺഫ്ലവർ ഓയിലും ഒന്നും ഇല്ലാതെ നമുക്കൊരു മയണൈസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പച്ചമുട്ടയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. മുട്ടയുടെ വെള്ളയും ഒരുപാട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മളതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1.5 കപ്പ് പാൽ വേണം. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദ വേണം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും വേണം കേട്ടോ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. ഈ മൈദപ്പൊടി നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ള നിറം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ മൈദപ്പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ നമ്മുടെ വെളുത്തുള്ളിയും ഈ മൈദയൊക്കെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൈദയുടെ ആ വെള്ള നിറമൊക്കെ പോകുന്ന വരെ ചെയ്യുക. മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിത് മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് 1.5 കപ്പ് പാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് ചെയ്തത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് സെറാമിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നതാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഏകദേശം ഒരുപാട് കുത്തി ഇളക്കി ഇതാക്കിയിട്ടൊന്നും കട്ട ക്ലിയർ ആവണില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള ഒരു നമ്മുടെ മയണൈസ് സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു മയണൈസ് സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ മുട്ടയുടെ വെള്ളയോ സൺഫ്ലവർ ഓയിലോ ഒരുപാടൊന്നും ആവശ്യമില്ല. 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.